ഹായ് ഓൾ. അപ്പം നമ്മുടെ നവംബറിലെ കലണ്ടർ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. ആ എക്സാം കലണ്ടറിൽ നമ്മൾ ഏറെ കാത്തിരുന്ന നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? എല്ലാം വന്നിട്ടില്ല. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഫിറ്ററും ടേർണറും എന്ന് പറയുന്ന രണ്ട് എക്സാമുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൻ്റെ സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇത് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 11/9/2024 കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. മറക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക, മറന്നു പോകരുത്. പലരും മറന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വരെ, കോഴ്സിന് ജോയിൻ ചെയ്തവർ വരെ ഇത് എത്ര വട്ടം പറഞ്ഞാലും മിസ്സാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാതിരിക്കരുത്, എത്രയും വേഗം കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ എക്സാം ഡേറ്റ് 11/11/2024 നവംബർ മാസം ആദ്യമാണ് ഈ എക്സാം വരുന്നത്. സാധാരണഗതിയിൽ ഒരു 20 കഴിഞ്ഞിട്ട് 25 ആ ഒരു റേഞ്ചിൽ 25 to 30 ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ നമുക്കൊരു 10-15 ദിവസം കൂടെ എക്സ്ട്രാ കിട്ടിയേനെ അല്ലേ? അപ്പോൾ ഈ നവംബർ മാസത്തിൽ നമുക്ക് അധികം സമയം കിട്ടുന്നില്ല, 11 ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ ഒരു 2.5 മാസം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു 2.5 മാസം എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സിലബസ് തീർക്കാൻ അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും, ബേസിക്കായിട്ട് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ പോലും, ആദ്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ 2.5 മാസം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതായത് ഒരു ദിവസം നമ്മൾ ഇത്ര മണിക്കൂർ ഇത് പഠിക്കേണ്ടി വരും, മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. ഒരു ദിവസം പോലും നമുക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് നേരത്തെ പല എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്ത് പല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ 2.5 മാസം വളരെ നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി ഫിനിഷ് ചെയ്ത് റിവിഷൻസ് ഒക്കെ നടത്തി മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ട് പോകാനുള്ള സമയമുണ്ട്. നിങ്ങൾക്കൊരു 90+ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു വാശി തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സിലബസിൽ എന്താണ്, ഒരു മാറ്റമില്ല. നമ്മൾ KWA ഫിറ്റർ, അതുപോലെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് അപ്പോൾ ഇതിനെല്ലാം വന്ന സെയിം സിലബസ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയാണോ നിങ്ങൾക്ക് അന്ന് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ നെഗറ്റീവായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലയോ, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളാണോ വന്നത് അതെല്ലാം മാറ്റിക്കൊണ്ട് എന്താണ് നല്ല രീതിയിൽ ഒരു എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ് വിത്ത് സെയിം സിലബസ്. അതേ സിലബസ് വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്തിനാണ് ഈ സിലബസ് ഡിസ്കഷൻ ഇപ്പോൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു സിലബസ് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ബേസിക് ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. അതുപോലെ ഓരോ സിലബസിലും ഈ ഒരു സിലബസിലെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളോട് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ നിമി ബുക്കിനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിമി ബുക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ, ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു സിലബസ് ഇട്ടിരിക്കുന്നത്. ആ ഒരു ബുക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ നിമി ബുക്കിനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മതി വേറെ കണ്ടൻറ്റുകളൊക്കെ നോക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ഈ നമ്മുടെ ഭാരത് സ്കിൽസ് അല്ലെങ്കിൽ NCVT ഓൺലൈൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ നമുക്ക് അതിൻ്റെ PDF കിട്ടും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൻ്റെ തിയറിയുടെ 2 വോളിയമാണെന്ന് തോന്നുന്നു. അപ്പോൾ 2 വോളിയം ബുക്ക് നമുക്ക് കിട്ടും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ സിലബസ് പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു ബുക്ക് നമ്മളൊരു 2-3 വട്ടം വായിക്കുക. ഒരു സമയം കൊടുത്തൊരു പർട്ടിക്കുലർ സമയം കൊടുത്തൊരു 15 ഡേയ്സിനുള്ളിൽ ഞാൻ ഈ ബുക്ക് ഒരു വട്ടം വായിക്കില്ല, 2 വട്ടം ഇതെല്ലാം വായിക്കും. വെറുതെ വായിച്ചാൽ പോരാ, അതിൽ ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൽ ഓരോ ലൈനുകളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഓരോ ലൈനുകളും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓടിച്ചിട്ട് വായിച്ചു പോവല്ല, ഓരോന്നും മനസ്സിലാക്കി ഓരോ പോയിന്റും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് അതൊന്ന് ക്വസ്റ്റ്യൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ക്വസ്റ്റ്യൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വായിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 1 മാസത്തിനുള്ളിൽ അത് ഒരു 2 വട്ടമൊക്കെ വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടും. ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിമി ബുക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ സെയിം കാര്യങ്ങളാണ് നമ്മളിവിടെ സിലബസ് ആക്കി ഇവർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിലബസിലേക്ക്, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പഠിക്കേണ്ട ഒരു രീതിയാണ് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് സിലബസിലേക്ക് കിടക്കാം. സിലബസിൽ നിങ്ങൾ നോക്കുക, മോഡ്യൂൾ 1 10 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാർക്കിംഗ്
മീഡിയാസ് ആൻഡ് മാർക്കിംഗ് ടൂൾസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതായത് നമുക്കൊരു മെഷർമെൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്കിംഗ് മീഡിയം അതുപോലെ മാർക്കിംഗ് ടൂൾസും വേണം അല്ലേ, നമുക്ക് ആ ഒരു വർക്ക് പീസിൽ അതൊക്കെ മെഷർ ചെയ്യുകയും അല്ലെങ്കിൽ മാർക്ക് ചെയ്യുകയും ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള മാർക്കിംഗ് മീഡിയാസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കിംഗ് മീഡിയാസ് ഉണ്ട്. ഇത് ലീനിയർ മെഷർമെൻറ്റ് ഇവിടെ കയറി വരുന്നുണ്ട്, സ്റ്റീൽ റൂൾസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ ഈ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഡിവൈഡേഴ്സ്, അത് നമ്മൾ എന്താണ് മെഷർ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെഷർമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഡേറ്റം, കാലിപ്പേഴ്സ്, ടൈപ്പ് ഓഫ് മാർക്കിംഗ് പഞ്ചസ്, സർഫസ് ഗേജ്, ഇങ്ങനെയുള്ള ബേസിക്കായിട്ട് മെഷറിംഗ് ഇതിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കിങ്ങിന് മെഷറിങ്ങിന് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതുപോലെ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ്. ഹാമേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാമേഴ്സ്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആയിട്ടുള്ള വൈസ്, സി ക്ലാമ്പ്, ടൈപ്സ് ഓഫ് സ്പാനേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, സ്റ്റീൽ റൂൾ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിലും പഠിക്കാനുള്ളത്. അതുപോലെ ട്രൈ സ്ക്വയർ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളെല്ലാ എക്സാമുകൾക്കും പഠിക്കുന്ന കാര്യമാണ്. ഈ ഒരു IT ലെവൽ എക്സാമുകൾക്ക് എല്ലാം പഠിക്കുന്ന ഒരു സംഭവമാണ്. അടുത്ത മൂന്നാമത്തെ മോഡ്യൂളിൽ കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻ. ഇതും ടൂൾസ് തന്നെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ്. ആ ഫയൽസിനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല ഗ്രേഡിൻ്റെ രീതിയിലും ഷേപ്പിൻ്റെ രീതിയിലും ഒക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഫയൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞാൽ ഈ 3 മോഡ്യൂളുകളും നമ്മൾ ഒരു എല്ലാ IT ലെവലുകൾക്കും പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ എന്ത് വരുന്നുണ്ട്, മെഷറിംഗ് ടൂൾസ് വരുന്നുണ്ട്, മാർക്കിംഗ് ടൂൾസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കിംഗ് മീഡിയ വരുന്നുണ്ട്, ഹാൻഡ് ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 3 മോഡ്യൂളോട് നോക്കുമ്പം 30 മാർക്കിന് വെയിറ്റേജ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, 30 മാർക്കിന് വെയിറ്റേജ് വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലെ ആ ഒരു നിമി ബുക്കിൽ നിന്ന് ഒരു പോയിന്റ് പോലും മിസ്സാക്കാണ്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ 3 മോഡ്യൂൾസ് എന്ന് പറയുന്നത്. അടുത്ത മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ഫിറ്റർ ട്രേഡിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ മൈക്രോമീറ്റർ, ഡയൽ കാലിപ്പേഴ്സ്, വെർനിയർ കാലിപ്പേഴ്സ്, വെർനിയർ ഹൈറ്റ് ഗേജ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർനിയർ ഹൈറ്റ് ഗേജസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതിൻ്റെ ലീസ്റ്റ് കൗണ്ടും അല്ലെങ്കിൽ ഓരോന്നും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വെർനിയർ ബെവൽ, പ്രൊട്രാക്ടർ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ടും കാര്യങ്ങളും എത്രയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കമ്പാരിറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പാരിറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പം ഇതെല്ലാം കുറേ പ്രിസിഷൻ ഇൻസ്ട്രുമെൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. അത് എല്ലാം കൂടെ വരുന്നത് 10 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. അടുത്തത് മോഡ്യൂൾ 5 ഫാസ്റ്റ്നെസ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ. ഇതും വളരെ കോമൺ ആയിട്ട് എല്ലാ എക്സാമുകൾക്കും നമുക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ടെർണറിൻ്റെ എക്സാമിൻ്റെ അകത്തും ടെർണറിൻ്റെ സിലബസിലും ഈ സ്ക്രൂ ത്രെഡ്സ് ഒക്കെ വരുന്നുണ്ട്. സ്ക്രൂ ത്രെഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നെസ് ലൈക്ക് നട്ട് ആൻഡ് ബോൾട്ട്, അല്ലെങ്കിൽ ഈവൻ വെൽഡിങ്, ബ്രേസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫാസ്റ്റനിങ് മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നതാണ്. റിവറ്റിങ്, അതുമായിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പക്ക നിങ്ങൾ ആ നിമി ബുക്കിൽ എന്ത് പറയുന്നുണ്ടോ അത് ബേസ് ചെയ്ത് മാത്രം പഠിക്കുക കേട്ടോ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനിരിക്കണം. ഇപ്പോൾ ബ്രേസിംഗ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണം, അല്ലെങ്കിൽ റിവറ്റ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോർമലി പോകണം. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണോ പറയുന്നത് ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അടുത്ത ഡ്രൈവ്സ് ആണ്, പവർ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഡ്രൈവ്സിൽ ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും നിങ്ങൾക്ക് പഠിക്കണം. ബെൽറ്റ് ഡ്രൈവും പഠിക്കണം, അതുപോലെ അനദർ ഡ്രൈവാണ് ഗിയർ ഡ്രൈവും പഠിക്കുക, ഗിയർ നോമൻക്ലൈസറും ഒക്കെ പഠിക്കുക. ഇതും ടെർണറുമായിട്ട് കോമൺ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ടെർണർ എക്സാമിന്. അപ്പോൾ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടെർണർ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് അവിടെ ക്ലബ് ചെയ്ത് വരും. അപ്പം ഇതിൽ മിക്കവാറും ഇത്രയും പറഞ്ഞതിൽ മിക്കവാറും എല്ലാ ടോപ്പിക്കുകളും അപ്പുറത്തും അതായത് ടെർണർ എക്സാമുകൾക്കും വരുന്നതാണ്. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 എക്സാമുകൾ ഒരുമിച്ച് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് ടെർണർ എക്സാമിൽ വരുന്നില്ല, സ്റ്റിൽ നമുക്ക് പഠിക്കണം. ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, അതിൻ്റെ കോമ്പോസിഷൻ, അലോയ്സ് ഉണ്ടെങ്കിൽ ആ അലോയ്സിൻ്റെ കോമ്പോസിഷൻ എന്താണ്. ഇപ്പം ഫെറസ് മെറ്റൽ ആണെങ്കിൽ അതിൽ ഓരോ ഇപ്പോൾ കാർബണിൻ്റെ കോമ്പോസിഷൻ എത്രയാണ്, അല്ലെങ്കിൽ അയണിൻ്റെ കോമ്പോസിഷൻ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. അതുപോലെ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സ്, സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ കേസ്, ടൈപ്സ് ഓഫ് സ്റ്റീൽസ്, അലോയ്സ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, ഇത് ഓരോന്ന് വരുമ്പോഴത്തേക്കിനും ഓരോ മെറ്റീരിയൽ എങ്ങനെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ ഓർത്തിരിക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അടുത്തത് മോഡ്യൂൾ 6 വരുമ്പോഴത്തേക്കിന് ഫോർജിങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നോക്കണം. ഫോർജിങ് അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡിൽ നമ്മൾ വരുന്നൊരു സംഭവമാണ്. ഫോർജിങ്, റിഫ്രാക്ടറി മെറ്റീരിയൽസ് അവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഫോർജിങ് ഹാൻഡ് ടൂൾസ് ഏതൊക്കെയാണ്, ഫോർജിങ് ടൂൾസ് ഏതൊക്കെയാണ്, കട്ടിംഗ് ടൂൾസ്, ആൻവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അടുത്ത മോഡ്യൂൾ 8 പറയുമ്പോഴത്തേന് ഷീറ്റ് മെറ്റൽ വർക്ക്. അപ്പം
ഷീറ്റ് മെറ്റൽ ട്രേഡ് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെങ്കിലും ഷീറ്റ് മെറ്റൽ വർക്കുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള അവിടുത്തെ ടൂൾസും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. ടൈപ്സ് ഓഫ് സ്നിപ്സ്, മാലറ്റ്സ്, ഷീറ്റ് മെറ്റൽ ഹാൻഡ് ടൂൾസ്, അങ്ങനെയുള്ള അവിടുത്തെ കുറേ ടൂൾസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. മെറ്റൽസ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അവിടുത്തെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഷീറ്റ് മെറ്റൽ വർക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നോക്കുക. കാര്യം 10 മാർക്ക് വെയിറ്റേജ് ഉള്ളതാണ്. ഈ കണ്ട ടോപ്പിക്കുകൾ മാത്രമല്ല, നിമി ബുക്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഷീറ്റ് മെറ്റൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേഡിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും നോക്കുക. ഓക്കെ, നിങ്ങളപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ ഷീറ്റ് മെറ്റൽ ട്രേഡുമായിട്ടുള്ള MCQs ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാരത് സ്കിൽസ് അല്ലെ, NCVT ഓൺലൈൻ എന്ന് പറഞ്ഞ സൈറ്റുകളൊക്കെ പറഞ്ഞില്ലേ, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഏത് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പം ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ട്രേഡിൻ്റെ MCQs ഒക്കെ ഒന്ന് നിങ്ങൾ എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കാനൊന്ന് ശ്രമിക്കുക. അതുപോലെ വെൽഡിങ് നമുക്കറിയാം സെപ്പറേറ്റ് ഒരു ട്രേഡാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെയും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് വെൽഡിങ്ങിൻ്റെ PDF MCQസിൻ്റെ PDF നിങ്ങൾക്ക് ഈ സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടും. അത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വെൽഡിങ്ങിൽ ഇവിടെ പറയുന്നത് എന്താ, ജനറൽ സേഫ്റ്റി, വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസ് വെൽഡിങ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഗ്യാസ് വെൽഡിങ്ങിൻ്റെ തന്നെ ടൈപ്പാണ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം, അസറ്റിലിൻ ഗ്യാസ് ജനറേറ്റേഴ്സ്, വെൽഡിങ് നോസിൽ. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫ്ലാഷ് ബാക്ക് ഫയർ, അതൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ഗ്യാസ് വെൽഡിങ് ടെക്നിക്സ്, ജോയിൻറ്റ് ഗ്യാസ് വെൽഡിങ് ടെക്നിക്സ് നമുക്ക് നോക്കാനുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ ആർക്ക് വെൽഡിങ് മെഷീൻസ്, ആർക്ക് വെൽഡിങ് ഇവിടെ പഠിക്കണം. ഇപ്പോൾ ഗ്യാസ് വെൽഡിങ്ങും ആർക്ക് വെൽഡിങ്ങും മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്യാസ് വെൽഡിങ്ങും പഠിക്കണം, ആർക്ക് വെൽഡിങ്ങും നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം വെൽഡിങ് ഡിഫെക്ട്സും ഇൻസ്പെക്ഷൻ ഓഫ് വെൽഡും. അപ്പോൾ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പഠിക്കേണ്ടി വരും. കാര്യം 10 മാർക്ക് വെയിറ്റേജ് അവിടെ വരുന്നുണ്ട്. ഒരു മോഡ്യൂൾ വെൽഡിങ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട MCQസും സെപ്പറേറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അടുത്ത മോഡ്യൂൾ 10 പറയുന്നത് ലെയ്ത്ത് ആണ്. അപ്പം ഫിറ്റർ എന്ന് പറഞ്ഞ ട്രേഡിലോട്ട് നമുക്ക് ലെയ്ത്ത് ടോപ്പിക്ക് നമുക്ക് പഠിക്കും. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ലെയ്ത്തിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിലെ മെക്കാനിസംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോ പാർട്സും എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതുപോലെ ലെയ്ത്ത് ഓപ്പറേഷൻസ്, ഒരു ലെയ്ത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പം ടേണിംഗ് ആയാലും കൊള്ളാം, ഫേസിങ് ആയാലും കൊള്ളാം, ഈവൻ ത്രെഡ് കട്ടിങ് ആയാലും കൊള്ളാം. അങ്ങനെയുള്ള പല ഓപ്പറേഷൻസ്, ഡ്രില്ലിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള പല ഓപ്പറേഷൻസ് ലെയ്ത്ത് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് എന്തുവാന്ന് ബേസിക്കായിട്ട് അതിൻ്റെ ഇക്വേഷൻസും അല്ലെങ്കിൽ ബേസിക്കായിട്ട് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ സേഫ്റ്റി ഇൻ ലെയ്ത്ത് വർക്ക്. അപ്പോൾ ഈ ലെയ്ത്ത് നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ്. ടെർണർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നമ്മൾ ഈ ലെയ്ത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫിറ്ററും ടെർണറും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനും കൺഫർമേഷൻ കൊടുക്കണം. രണ്ടിനും നിങ്ങൾ ഒരുമിച്ച് പാരലായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുകയും ചെയ്യണം. കാര്യം ഒത്തിരി ടോപ്പിക്ക് നമുക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ ടെർണറിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. വെൽഡിങ്ങിൽ ഓൾമോസ്റ്റ് അവിടുത്തെ ടോപ്പിക്കുകളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 എക്സാമുകൾക്ക് നിങ്ങൾ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിറ്ററിൻ്റെ എല്ലാ എക്സാമുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൻ്റെ എക്സാമുകൾ നമ്മൾ ടോപ്പിക് എല്ലാം കവേർഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആവും. അപ്പം ഈ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റിവിഷൻ സ്റ്റഡി പ്ലാനും കാണും നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എക്സാമുകളും മോഡൽ എക്സാമുകളുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കിട്ടും. അതല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്ത്, അതായത് നല്ല രീതിയിൽ മാക്സിമം, ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടുപോവുക. ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. 5 അല്ല, 1 ക്വസ്റ്റ്യൻ കിട്ടിയാൽ പോലും അത് നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ വളരെ മുന്നിലെത്തിക്കും. കാര്യം കോമ്പറ്റീഷൻ കൂടുതലാണ്. എക്സാം എളുപ്പമാണെങ്കിലും ഇതെല്ലാം നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത ഒരു 80+ ഭയങ്കര ഫോക്കസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് 90+ നമുക്ക് മാർക്ക് മേടിക്കാം. പക്ഷേ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, അതുകൊണ്ട് കട്ട് ഓഫ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ എക്സ്ട്രാ കിട്ടിയാലും ഒരു ഏരിയ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാൻ പറ്റിയാലും വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഫിനിഷ് ചെയ്ത് ഏറ്റവും നല്ലൊരു എക്സാം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് നല്ല രീതിയിൽ ടോപ്പ് റാങ്കിന് വേണ്ടി തന്നെ എയിം ചെയ്ത്, അതായത് ഞാൻ പറയുന്നത് 90+ മാർക്കെങ്കിലും മിനിമം കിട്ടണം എന്ന് പറയുന്ന വാശിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ നമുക്ക് ഒരു
റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരു മാർക്ക് പോലും വിട്ടുപോകരുത് എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. മാക്സിമം റിവിഷൻസ് കൊടുക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് നിർത്തുന്നു. താങ്ക് യു.